13-ാം ദിവസത്തെ നോമ്പുകാല ധ്യാന ചിന്തയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ചിന്താവിഷയം സ്നേഹത്തിൻ്റെ അടയാളം. ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുത്ത വേദഭാഗം ഹോശയ 6:3. നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിവാൻ നാം ഉത്സാഹിക്കാം. ഹോശയ എന്ന വാക്കിൻ്റെ അർത്ഥം രക്ഷയെന്നാണ്. യെശയ്യാവിൻ്റെയും മീഖയുടെയും സമകാലീനനായ ഹോശയ ഇസ്രായേൽ രാജ്യത്ത് പ്രവചിച്ചിരുന്നു. ദൈവം പാപത്തിൽ കഴിഞ്ഞിരുന്നവരെ പിന്നെയും സ്നേഹിക്കുന്നു എന്നതാണ് പ്രതിപാദ്യ വിഷയം. ജീവിതത്തിലെ വേഗങ്ങൾക്കും ആവേഗങ്ങൾക്കുമിടയിൽ മങ്ങുകയും അണയുകയുമൊക്കെ ചെയ്തുപോയ ദീപനാളങ്ങളെ തെളിയിച്ചെടുക്കുവാനുള്ളതാണ് നോമ്പുകാലം. നമ്മുടെ മരണപ്പാച്ചിലുകളിൽ കൈമോശം വന്ന വെളിച്ചത്തിൻ്റെ വഴികൾ തേടിപ്പോകാനുള്ളതാണ് നോമ്പുകാലം. വെളിച്ചത്തിലേക്കുള്ള പുനരധിവാസമാണ് നോമ്പ്. നോമ്പ് ക്രൂശിലൂടെ പ്രതിധ്വനിക്കുന്ന സ്നേഹത്തിൻ്റെ അടയാളമാണ്. പ്രവാചകന്റെ നിർദ്ദേശം ദൈവത്തെ അറിയുക എന്നതാണ്. ആരാധനാ ജീവിതം നഷ്ടപ്പെട്ട സമൂഹം ദൈവത്തിൽ നിന്ന് അകന്നുപോയാൽ, മാനസാന്തരപ്പെട്ട് അവൻ്റെ അടുക്കിലേക്ക് വന്നാൽ, ദൈവം പ്രഭാതം പോലെ നമ്മുടെ അടുക്കിലേക്ക് വരും എന്നരുളി ചെയ്യുന്നു. കപട ആത്മീയതയെ ക്രിസ്തു വെറുക്കുന്നു. അപരനോട് കപടമില്ലാത്ത ആധ്യാത്മികതകളെല്ലാം തന്നെ കപടത നിറഞ്ഞതാണ്. ദൈവം പ്രസാദിക്കുന്നത് ദയയിലും കരുണയിലുമാണ്. നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന സാഹോദര്യ ബന്ധങ്ങളെ തച്ചുടച്ച് ദൈവത്തെ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ നമ്മിൽ നഷ്ടമാകുന്നത് യഥാർത്ഥ ദൈവദർശനം തന്നെയാണ്. ഇരുകരങ്ങളും മലർക്കെ വിരിച്ചു പിടിച്ച് യേശു ലോകത്തോട് നൽകുന്ന സന്ദേശം ഇതാണ്: ചില നഷ്ടങ്ങൾ കൊണ്ടേ ചില നേട്ടങ്ങളുണ്ടാകും. എപ്പോൾ ബന്ധങ്ങൾ ശരിയായി പരിപാലിക്കപ്പെടുന്നുവോ അപ്പോൾ സഹായം ചെയ്യുന്നതിനുള്ള മനസ്സ് നമുക്കുണ്ടാകുന്നു. നീതിമാനായ ദൈവം തൻ്റെ നീതി വെളിച്ചം പോലെ ഉദിപ്പിക്കുന്നു. നോമ്പിലൂടെയും ആരാധനയിലൂടെയും ദൈവസ്നേഹത്തെ കണ്ടെത്തണം. നീതിയുടെ പ്രകാശഗോപുരമായ ക്രൂശിതനെ നമുക്കും അനുഗമിക്കാം. ഇക്കാലത്ത് പുത്രധർമ്മമെന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾക്ക് ആഹാരം കൊടുക്കുക എന്നാണ് ജനങ്ങൾ ധരിച്ചിട്ടുള്ളത്. പക്ഷേ നാം നമ്മുടെ നായ്ക്കൾക്കും കുതിരകൾക്കും ആഹാരം കൊടുക്കുന്നുണ്ടല്ലോ. നാം വൃദ്ധരോട് ആദരവ് കാണിച്ചില്ലെങ്കിൽ ആ മൃഗങ്ങളും അവരും തമ്മിൽ എന്ത് വ്യത്യാസം? സമർപ്പണ പ്രാർത്ഥനയ്ക്കായി നമുക്കൊരുങ്ങാം. ഇനിയുള്ള പ്രാർത്ഥനാ വാചകങ്ങൾ കേട്ടതിന് ശേഷം അല്പസമയം ധ്യാനിക്കുക. ദൈവമേ, ഈ ലോകത്തിൽ സ്നേഹത്തിൻ്റെ അടയാളമായി മാറുവാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അപരനോട് കടപ്പാടില്ലാത്ത ആത്മീയത കപടതയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. വൃദ്ധജനങ്ങൾക്ക് ആഹാരത്തോടൊപ്പം ആദരവും സ്നേഹവും നൽകേണ്ടതിൻ്റെ ആവശ്യകത ഞാൻ തിരിച്ചറിയുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, പാപ സ്വഭാവത്തിൽ നിന്നും കപട ആത്മീയതയിൽ നിന്നും ഞങ്ങളെ ഉയർത്തി യഥാർത്ഥ രക്ഷയാകുന്ന അങ്ങയിൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തേണമേ. ആമേൻ. കുരിശിലേക്കുള്ള യേശുവിൻ്റെ യാത്ര
കൊട്ടാരത്തിലെ പീലാത്തോസിനെ കണ്ട് സങ്കടം പറയുവാനല്ല, മറിച്ച് കുരിശ് ചുമക്കുവാൻ വേണ്ടിയായിരുന്നു. ഈ യാത്രയിൽ പ്രിയപ്പെട്ടവർ ഉപേക്ഷിച്ചു. ശിഷ്യന്മാരാൽ തള്ളപ്പെട്ടു. ഏറ്റവും പ്രിയ ശിഷ്യന്മാർ ഒറ്റിക്കൊടുത്തു. മതാധിപന്മാർ കുറ്റം വിധിച്ചു. ഭരണാധിപന്മാർ ക്രൂശ് മരണമേൽപ്പിച്ചു. എന്നിട്ടും പിതാവിൽ നിന്നും കൂപ്പുകരങ്ങളോടെ കുരിശിൽ മരണം സ്വീകരിച്ച് ആത്മാവിനെ കൊടുക്കുന്നു. അതുകൊണ്ട് നമുക്കും യാത്ര തുടരാം. കുരിശിന്റെ വഴിയിലൂടെ യാത്ര തുടരുക.